നമസ്കാരം. മാലദ്വീപ് ആവശ്യപ്പെട്ട ചില അവശ്യ സാധനങ്ങൾ അത് ഇന്ത്യ കയറ്റുമതി ചെയ്തതിന് തൊട്ട് പിന്നാലെ മാലദ്വീപിന്റെ പ്രസിഡന്റായ മുഹമ്മദ് മുയിസുവിനെതിരെ അവിടെ ജനവികാരം ആളിക്കത്തുകയാണ്. മാലദ്വീപ് ഒരു ചെറിയ രാജ്യമായിരിക്കാം, പക്ഷേ അതിന്റെ പരമാധികാരത്തിൽ ആരും ഇടപെടാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ ഒന്നും താൻ അനുവദിക്കില്ല എന്ന് ഇന്ത്യയെ ഉന്നം വെച്ചുകൊണ്ട് മുഹമ്മദ് മുയിസു ചില പരാമർശങ്ങൾ നടത്തിയത് കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു. അതിന്റെ ഒരു കോലാഹലം മാറി തുടങ്ങുന്നതിന് മുൻപ് തന്നെയാണ് മാലദ്വീപ് ഇന്ത്യയോട് അവശ്യ സാധനങ്ങൾ നൽകി സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയത്. മാലദ്വീപിന്റെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ ചില അവശ്യ സാധനങ്ങൾ അങ്ങോട്ടേക്ക് കയറ്റി അയച്ചിരിക്കുന്നത്. മാലദ്വീപിന്റെ ആവശ്യപ്രകാരം 2024-25 വർഷത്തേക്കുള്ള അവശ്യ സാധനങ്ങൾ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മാലദ്വീപിലേക്ക് എത്തിച്ചു നൽകുകയായിരുന്നു. ഇതിൽ മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കറിന് സുദീർഘമായ ഒരു കുറിപ്പിലൂടെയാണ് നന്ദി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ കുറിപ്പ് അദ്ദേഹം എക്സിൽ പങ്കുവച്ചിട്ടുമുണ്ടായിരുന്നു. സുദീർഘമായ സൗഹൃദത്തെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തെയും വിപുലീകരിക്കുമെന്നുള്ള ഉറപ്പുമൊക്കെയാണ് ഈ പോസ്റ്റിലുള്ളത്. എന്തായാലും മന്ത്രി സമീറിന്റെ പോസ്റ്റിന് പിന്നാലെ മുയിസുവിന്റെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനം തന്നെയാണ് മാലദ്വീപിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇന്ത്യയുടെ വലിയ മനസ്സിന് മാലദ്വീപിലെ ജനങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കുമെന്നും ഇന്ത്യക്കെതിരായ മുയിസുവിന്റെ പരാമർശം അനാവശ്യമായിരുന്നു എന്നുമാണ് മാലദ്വീപിന്റെ മുൻ MP കൂടിയായിരുന്ന ഇബ്രാഹിം ദീദി പറഞ്ഞത്. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ തന്നെ മാലദ്വീപും ഇന്ത്യയും തമ്മിൽ സവിശേഷമായ ഒരു സൗഹൃദമുണ്ട്. ഇന്ത്യ അതിന്റെ ഒരു സംസ്ഥാനത്തോട് കാട്ടുന്ന അതേ പരിഗണന തന്നെയാണ് മാലദ്വീപിനും നൽകിക്കൊണ്ടിരുന്നത്. മാലദ്വീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായ ടൂറിസം, ആ വിനോദസഞ്ചാര മേഖലയെ പോലും പിടിച്ചു നിർത്തിയിരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളായിരുന്നു. ഇതൊക്കെയാണ് മുഹമ്മദ് മുയിസുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയ ഗുരുതരമായ പരാമർശത്തിലൂടെ നഷ്ടപ്പെട്ടു പോയത്. അതിന് തൊട്ട് പിന്നാലെ ലക്ഷദ്വീപിനെ മാലദ്വീപിന് ബദലായി ഇന്ത്യ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്തുണ്ടായ കോലാഹലങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ തന്റെ എല്ലാ അയൽ രാജ്യങ്ങളോടും സമാനമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നായിരുന്നു നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രതികരണം. മാലദ്വീപിന് പിന്നാലെ ശ്രീലങ്കയിലേക്ക് ടൺ കണക്കിന് സവോളയും കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. ഏപ്രിൽ 3-ന് UAE-യിലേക്ക് 10,000 മെട്രിക് ടൺ സവോള കയറ്റുമതി ചെയ്യാനുള്ള അനുമതി നൽകിയിരുന്നു. 14,400 മെട്രിക് ടൺ സവോള UAE-യിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ മാർച്ചിൽ അനുമതി നൽകിയതിന് പുറമെയാണ് ഇത്. എന്തായാലും ശ്രീലങ്കയും മാലദ്വീപും മാത്രമല്ല ഇന്ത്യയുടെ ഈ സ്നേഹം അറിയുന്നത്, ഇപ്പോൾ പാകിസ്ഥാൻ കൂടി ആ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനരാരംഭിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ഏറെ നാളായിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി തന്നെ തങ്ങൾ പരിശോധിക്കുമെന്നാണ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായ മുഹമ്മദ് ഇഷാദ്ദാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ത്യയുമായി 2019 ഓഗസ്റ്റിൽ പാകിസ്ഥാൻ വ്യാപാര ബന്ധം അവസാനിപ്പിച്ചിരുന്നു. പാകിസ്ഥാനിലെ വ്യാപാര സമൂഹത്തിന്റെ ഒരു അവസ്ഥ അതിനുശേഷം അതിദാരുണമായിരുന്നു. പാകിസ്ഥാനിൽ പുതിയ ഭരണാധികാരികൾ വന്നതിന് ശേഷം ഇതേ വ്യാപാര സമൂഹം ഇന്ത്യയുമായുള്ള ഒരു വ്യാപാര ബന്ധം പുനരാരംഭിക്കാൻ ആഗ്രഹിക്കുന്നതായി കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി വലയ്ക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം വീണ്ടും ഊട്ടിയുറപ്പിക്കേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യം കൂടിയാണ്. ലണ്ടനിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി തങ്ങൾ പരിശ്രമിക്കുമെന്നുള്ള നിലപാട് തുറന്നു പറഞ്ഞത്. ഇതിന് തൊട്ട് പിന്നാലെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വലിയ മഞ്ഞുരുക്കം നടക്കുന്നു എന്ന തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും 2019 ആ ബന്ധം വഷളാവുന്നത്. കശ്മീരിനെ ചൊല്ലിയുള്ള പാകിസ്ഥാന്റെ കടുത്ത നിലപാടും അവർ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതും ഒക്കെ തന്നെയാണ് ഈ വ്യാപാര ബന്ധം അല്ലെങ്കിൽ നയതന്ത്ര ബന്ധമൊക്കെ ഉലഞ്ഞു പോകാൻ കാരണമായതും. നിലവിൽ എന്തായാലും മോദി സർക്കാർ അയൽ രാജ്യങ്ങളോട് കാണിക്കുന്ന ഈ കരുതൽ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ പറ്റിയിട്ടുണ്ട്. മറ്റ്
അയൽ രാജ്യങ്ങളുമായൊക്കെ ഇന്ത്യക്ക് ഇതിനോടകം തന്നെ മികച്ച ബന്ധങ്ങളുണ്ട്. കുറച്ചെങ്കിലും ആ ബന്ധത്തിന് കോട്ടം തട്ടിയിരുന്നത് പാകിസ്ഥാനുമായി തന്നെയായിരുന്നു. ആ പാകിസ്ഥാൻ കൂടി ഇന്ത്യയുടെ തണലിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഈ മേഖലയിലേക്ക് ഇനി ചൈനയുടെ കടന്നുവരവ് ഉണ്ടാവില്ല എന്നുകൂടി നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. എന്തായാലും മാലിദ്വീപ് തുടങ്ങി വെച്ച ഈ ബഹളങ്ങളൊക്കെ വളരെ ശാന്തമായി പാകിസ്ഥാനിൽ അവസാനിക്കുമോ എന്നതാണ് ലോകം മുഴുവൻ കാത്തിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഇന്ത്യക്ക് അഭിനന്ദന പ്രവാഹം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്ര കണ്ട് നയതന്ത്ര ബന്ധത്തിൽ ഉൾപ്പെടെ ഉലച്ചിൽ സംഭവിച്ചിട്ടും ഇന്ത്യ അവരുടെ കർത്തവ്യം ഭംഗിയായി ചെയ്യുന്നു, അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളോട് ശത്രുതാ മനോഭാവം ഇല്ലാതെ ഇന്ത്യ മുന്നോട്ടു പോകുന്നു എന്നുള്ള പ്രശംസയാണ് അതിൽ എടുത്തു പറയേണ്ടത്.